ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും രേവതിയും കൂടി ടെൻ്റൊക്കെ കെട്ടി ആ രാത്രി മനോഹരാക്കുവാണ്. നിലാവും കൂടി ആയപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ചമ്മയുടെ വീട്ടിലെ പോലെ തന്നെ നിലാവും ഉണ്ട്, ഇന്നത്തെ രാത്രി നല്ല അടിപൊളി രാത്രിയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി സച്ചിയേട്ടനെ പാട്ടൊക്കെ പാടാൻ തോന്നുമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, എനിക്ക് പാട്ടൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ആദ്യം ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് കഴിയുമ്പോൾ രേവതിയും പാട്ട് പാടുന്നുണ്ട്. പിന്നെ രണ്ടുപേരും കൂടി ഒന്നിച്ച് പാട്ട് പാടി ആ രാത്രി അവർ സൂപ്പറാക്കുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ചന്ദ്ര രവീന്ദ്രനെ പാലുമായിട്ടൊക്കെ വരുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ പാലൊക്കെ, ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, നിങ്ങളുടെ തൊണ്ടക്ക് സുഖമില്ലെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പാലിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുണ്ട് എടുത്തോണ്ടും വന്നതാ, കുടിക്കുമെന്ന് പറയുവാണ്. അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ടും വരുവാണ് അച്ചമ്മ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അമ്മയെ പാല് വേണമെന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടടാ, നിൻ്റെ ഭാര്യ ഒന്നില്ലെങ്കിലും നിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്നേഹത്തോടെ തന്നെ ചെയ്തു തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറയുവാണ്. എന്നിട്ട് രവീന്ദ്രനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അച്ചമ്മ കട്ടിലിരുത്തി രണ്ടുപേരും കൂടി സംസാരിക്കുവാണേ. അച്ചമ്മ പറയുന്നുണ്ട്, രവി, നിന്റെ 3 മക്കളുടെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ 2 പേരും മുറിയിൽ താമസിക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും മാത്രം മോളിൽ പോയി താമസിക്കുന്നത് ശരിയല്ലടാ. എല്ലാവരുടെയും കല്യാണം ഇപ്പോഴല്ലേ കഴിഞ്ഞേ ഉള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ. അവരെ ഇങ്ങനെ മോളിൽ കിടത്തുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ സച്ചിയോട് പറഞ്ഞതാ മുറി എടുക്കാൻ, ഞങ്ങൾ ഹോളിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കണ്ടേ. അവൻ എൻ്റെ ആരോഗ്യമാണ് വലുത്, ഞങ്ങൾക്ക് മുറി തന്നിട്ട് അവർ പോയി മോളിൽ കിടക്കുക എന്ന് പറയുമ്പോഴേക്ക് അച്ചമ്മ പറയും, അതും ശരിയാ, നീ അങ്ങനെ ഹോളിൽ കിടക്കുന്നതൊന്നും ശരിയല്ല, നിന്റെ ആരോഗ്യം നോക്കണമല്ലോ, അതോർത്തിട്ടായിരിക്കുള്ളൂ അവൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എന്നാൽ പോലും അവരങ്ങനെ കിടക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതോർത്ത് അമ്മ പേടിക്കണ്ട, അവർക്ക് അങ്ങനെ കിടക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും, ചന്ദ്രയെ, നീ എൻ്റെ വാലിരിക്കുന്നൊന്നും കേൾക്കരുത്, അവരുടെ ഉള്ളിലെ വിഷമം അവർ പുറത്ത് പറയാത്തതായിരിക്കുള്ളൂ, പിന്നെ കാണുന്നവരെന്തോർക്കും ഇങ്ങനെ ടെറസിൽ പോയി കിടക്കുന്നത്. അപ്പോൾ രവീന്ദ്രൻ പറയും, അമ്മേ, കുറേ നാളായി ഞാൻ മോളിൽ ഒരു മുറി എടുക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് തന്നെയല്ലേ നമ്മുടെ വർഷയുടെ അമ്മ അന്ന് വന്നപ്പോൾ പറഞ്ഞത്, അവർ മുറി എടുത്തു തരാമെന്ന് വരെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്ക് രവീന്ദ്രൻ്റെ ദേഷ്യം വരുവേ. അവരാരാ നമ്മുടെ വീട്ടിൽ വന്ന് മുറി പണിയാൻ വേണ്ടിയിട്ട്, അതൊന്നും ശരിയല്ല, നമ്മുടെ വീട്ടിലെ കാര്യം നമ്മൾ വേണം നോക്കാൻ, അല്ലാതെ ബാക്കിയുള്ളവരല്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, അവരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടല്ലേ അവർ പറയുന്നത്, അവരുടെ വീട്ടിലൊക്കെ എന്തോരം മുറികളാണ്, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയും, അവരുടെ വീട്ടിൽ കുറേ മുറി ഉണ്ടെങ്കിൽ നീ പോയി അവിടെ നിൽക്ക് ചന്ദ്രേ, കാണുന്നുണ്ട് നിൻ്റെ ഇളക്കം ഞാൻ, നിനക്കെന്താ അവരോട് ഇത്ര കാര്യം, അവരുടെ ഇന്നലെ പരിപാടിക്ക് വന്നപ്പോൾ തന്നെ കണ്ടു നിനക്ക് അവരോടുള്ള സ്നേഹം, അതുപോലെ നീ രേവതിയുടെ അമ്മയോട് കാണിക്കുന്നില്ലല്ലോ, പൈസ, നിനക്ക് പൈസ അല്ലടി വേണ്ടത് ചന്ദ്ര എന്നൊക്കെ അച്ചമ്മ ചീത്ത പറയുന്നുണ്ടേ. എന്നിട്ട് രവീന്ദ്രനോട് പറയും, രവി, നീ മോളിൽ റൂം എടുക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യ്, പൈസ ഞാൻ തരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, അയ്യോ അതൊന്നും വേണ്ടമ്മേ, അമ്മ നാട്ടിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാ. അപ്പോൾ അച്ചമ്മ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കൂടിയല്ലേടാ കഷ്ടപ്പെടുന്നത്, എനിക്ക് വേണ്ടി മാത്രമാണോ, നീ ആവശ്യമുള്ളപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം, നീ ഏതായാലും മുറിക്കുള്ള പരിപാടികൾ ചെയ്യാൻ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഞാൻ ഈ കാര്യം എല്ലാവരോടും ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് മുറിയുടെ പണി തുടങ്ങാം എന്ന് രവീന്ദ്രൻ പറയുവാണേ. എന്നിട്ട് ഈ കാര്യം അവതരിപ്പിക്കാൻ വേണ്ടി രവീന്ദ്രൻ ഹാളിൽ എല്ലാവരെയും വിളിച്ചു വരുത്തുവാണ്. രാവിലെ എല്ലാവരും പണിക്ക് പോകുന്ന തിരക്കായിരിക്കും, പക്ഷേ രവീന്ദ്രൻ എല്ലാവരോടും ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹാളിൽ ഇരുത്തുവാണേ. എന്നിട്ട് രവീന്ദ്രൻ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് 3 ആൺമക്കളായിരുന്നു, കല്യാണത്തിന് മുമ്പ് 2 മുറി മതിയായിരുന്നു, അതിലെൻ്റെ 3 ആൺമക്കളും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുമായിരുന്നു. പക്ഷേ കല്യാണ ശേഷം അങ്ങനെയല്ലല്ലോ, ഓരോരുത്തർക്കും ഓരോരോ ഫാമിലിയായി, അതിൽ 2 ഫാമിലിക്ക് മാത്രം മുറിയുണ്ട്, സച്ചിയും രേവതിയും ഇങ്ങനെ ടെറസിലും ഹാളിലും അങ്ങനെ മാറി മാറി കിടക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, അച്ഛാ, ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല, ഇനി അതൊരു പ്രശ്നമാക്കി കണ്ട് അച്ഛൻ വെറുതെ ഹോളിൽ വന്ന് കിടക്കാനൊന്നും നിൽക്കണ്ട, ഞങ്ങൾ ഹോളിൽ കിടന്നോളാം എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയുവേ, എടാ സച്ചി, നീ ആദ്യം രവീന്ദ്രൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്ക്, അതിന് മുമ്പേ എടുത്ത് മറുപടി പറയല്ലേ, നിൻ്റെ അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് നിനക്ക്, ഒന്നും മുഴുവനായിട്ട് കേൾക്കാൻ കൊടുക്കില്ല എന്ന് പറയുവാണേ അച്ഛമ്മ. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ മോളിൽ ഒരു മുറി എടുത്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്, ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുവാണേ. അപ്പോഴേക്കും ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ഒരു മുറിയായിട്ട് മാത്രം എന്തിനാ എടുക്കുന്ന അങ്കളെ, പണിയുമ്പോഴേക്കും ഒരു മുറി, ഒരു ഹോള്, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെ നമുക്ക് ഫ്ലോറ് മൊത്തമായിട്ട് പണിതാലോ എന്ന് പറയുവാണേ വർഷ. അപ്പോഴേക്കും ചന്ദ്ര പറയും, അത് നല്ലൊരു അഭിപ്രായമാണ്, ഒരു അടുക്കളയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് ചന്ദ്ര പറയുവാണേ. അപ്പോഴേക്കും സച്ചി പറയും, അച്ഛാ, ഇവർ പറയുന്ന രീതി ശരിയല്ല, അമ്മയുടെ വർത്തമാനം കേട്ടാലറിയാം ഏതോ ഒരാളെ മോളിൽ മുഴുവനായിട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്, അതിനാണ് ഒരു അടുക്കളയും കൂടി മോളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാന്നൊക്കെ പറയുന്നത്, അപ്പോൾ പിന്നെ അവർ അവിടെ തന്നെ താമസിക്കുമല്ലോ ആ ഒരു ഫാമിലി, അതാണ് നമ്മുടെ മനസ്സിലിരിപ്പെന്നൊക്കെ സച്ചി പറയുവാണേ. സച്ചിക്ക് മനസ്സിലായി സച്ചിയെ രേവതിയെ മോളിൽ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടിയാണെന്ന്. അപ്പോഴേക്ക് രവീന്ദ്രൻ പറയും, സച്ചി, എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിർത്തിയിരിക്കുന്നത്, എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയാമെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ഹോളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു മുറിയും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും വേണം
വേണം അങ്കിളെ എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ആഡംബരമായിട്ടൊന്നും ചെയ്യണ്ട, നമുക്ക് പൈസ കുറച്ച് വളരെ കുറഞ്ഞ ചിലവിൽ പറ്റുന്ന രീതിയിൽ ഒരു മുറി പണിതാൽ മതി എന്ന് രേവതിയും പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട് എന്നാലും പണിയുമ്പോൾ ഫ്ലോർ മൊത്തത്തിൽ പണിയുന്നതല്ലേ അങ്കിളെ നല്ലതെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വർഷേ അതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല, ഫ്ലോർ മൊത്തത്തിൽ പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണി തീരാൻ തന്നെ ഒരു വർഷം എടുക്കും, ഒരുപാട് നീണ്ടും പോവും. അതുമാത്രമല്ല ഇത് നമുക്ക് എളുപ്പം പണി തീർത്ത് താമസിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു മുറിയായിട്ട് പണിയുന്നത് തന്നെയാണ് നല്ലതെന്ന് ശ്രീകാന്തും പറയുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട് പണിയുമ്പോൾ ഫ്ലോർ മൊത്തമായിട്ട് തന്നെ പണിയുന്നല്ലേ, എൻ്റെ അമ്മയും പറഞ്ഞായിരുന്നല്ലോ, അമ്മ പറഞ്ഞായിരുന്നു അച്ഛനെ വിട്ട് പണിയിക്കാം, അച്ഛൻ നോക്കിക്കോളും അതിൻ്റെ കാര്യം എന്നൊക്കെ വർഷ പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി എതിർത്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ശ്രീകാന്ത് പറയും സച്ചിയേട്ടാ വേണ്ട സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വർഷ പറയുന്നതിൽ എന്താ തെറ്റ്, ഇതെൻ്റെ വീടാ, എങ്ങനെ പണിയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മക്ക് ദേഷ്യം വരുവേ. അച്ഛമ്മ പറയും ചന്ദ്രേ ഈ വീട് നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിൻ്റെ കല്യാണ സമയത്ത് നിൻ്റെ അച്ഛൻ രവീന്ദ്രനും കൂടി ചേർത്ത് എഴുതിയതാ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതെല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ, അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ വീട് നിൻ്റെ വീടെന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് അച്ഛമ്മ ചന്ദ്രയെ ചീത്ത പറയുവാണേ. സച്ചി പറയുന്നുണ്ട് അച്ഛാ മുറിയൊന്നും വേണ്ട അച്ഛാ, ഇതെന്തോ ഭാഗം വെക്കുമ്പോൾ നടക്കുന്ന ചർച്ച പോലെ ഉണ്ടെന്നൊക്കെ സച്ചി പറയുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട് അങ്കിൾ എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയല്ലേ പണിത് തരുന്നത്, അപ്പോൾ പിന്നെ അതിനെന്താ കുഴപ്പം എന്നൊക്കെ വർഷ വീണ്ടും ചോദിക്കുവാണേ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് മോളെ വർഷേ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് പണിത് തരുവാണെങ്കിൽ അത് കുഴപ്പമില്ല, പക്ഷേ ഇവിടെ എല്ലാവരും കൂടി താമസിക്കുന്നിടത്ത് അവർ വന്ന് ഒരു മുറി പണിത് തന്നാൽ അത് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് അതൊന്നും നടപ്പിലാവുന്ന കാര്യമല്ല, അങ്ങനെ ഇതും വേണ്ട, പണിയുമ്പോൾ അത് നമുക്ക് തന്നെ പണിയാന്നൊക്കെ രവീന്ദ്രൻ പറയുവാണ്. അപ്പോൾ സുധിക്ക് ടെൻഷൻ ആവുകയെ. സുധി ചോദിക്കുന്നുണ്ട് അച്ഛാ പണിയുന്നതൊക്കെ ശരി, ഇത് പണിയാൻ വേണ്ടി കാശ് വേണ്ടേ, ഇവിടെ കാശ് ആരുടെ അടുത്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുവേ എടാ സുധി നീ പേടിക്കണ്ടടാ, നിന്റെ കയ്യിൽ നിന്ന് കാശ് ആരും മേടിക്കത്തില്ല എന്ന് പറയുവാണേ സച്ചി. സുധിക്ക് പേടിയായി, ഇനി സുധിയുടെ കയ്യിലുള്ള കാശ് കണ്ടിട്ടാണോ രവീന്ദ്രൻ മുറി പണിയാൻ പോകുന്നതെന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആരും ഒന്നും കാശൊന്നും തരയൊന്നും വേണ്ട, ഞാൻ എൻ്റെ പെൻഷൻ കാശിൽ ചെയ്തോളാം എന്ന് പറയുവാണ്. അപ്പോൾ തന്നെ സച്ചി പറയും അച്ഛാ അതൊന്നും ശരിയാവില്ല അച്ഛാ, അച്ഛൻ അങ്ങനെ ബാക്കിയുള്ളവരുടെ കയ്യിൽ പെൻഷൻ കാശൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അച്ഛൻ ബാക്കിയുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതൊന്നും എനിക്കിഷ്ടമല്ല, സുധി ഏതായാലും അച്ഛൻ 27 ലക്ഷം തരാനുണ്ടല്ലോ അത് അവൻ തരട്ടെ, എന്നിട്ട് ആ പൈസക്ക് നമുക്ക് മുറി കെട്ടാമെന്ന് സച്ചി പറയുവാണേ. അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അച്ഛൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് കിട്ടുന്ന കാശ് അത് പെൻഷനായിട്ട്, അത് ഉപയോഗിച്ചൊരു മുറിയൊന്നും പണിയണ്ട, അത് അച്ഛൻ്റെ ആവശ്യത്തിന് തന്നെ എടുക്കാം, നമുക്കിപ്പം മുറിയൊന്നും വേണ്ട എന്ന് രേവതിയും പറയുവാണ്. അപ്പോൾ തന്നെ ചന്ദ്രക്ക് ദേഷ്യം വരും, ഇങ്ങനെ നല്ല വേഷം കെട്ടിയാണ് ഇവൾ ഈ വീട്ടിലോട്ട് മരുമകളായിട്ട് വന്നതെന്ന് പിറുപിറുക്കുവാണ് ചന്ദ്ര അവിടെ ഇരുന്ന്. അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട് എന്താ ചന്ദ്ര നീ അവിടെ ഇരുന്ന് പിറുപിറുക്കുന്നതെന്ന് ചോദിക്കുവാണേ. രവി സച്ചി പറയുന്നതും ശരിയാ, നിന്റെ മക്കൾ നിന്നെ നല്ലോണം നോക്കും, പക്ഷെ നമ്മുടെ കയ്യിൽ കാശ് വേണം രവി, അപ്പോൾ പെട്ടെന്നൊക്കെ ഒരാവശ്യത്തിന് എന്തെങ്കിലും കാശ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം, നിന്റെ മക്കൾ 3 പേരും കൂടി പണിയെടുത്ത് സമ്പാദിക്കുന്ന കാശ് കൊണ്ട് മുറി പണിയട്ടെ എന്ന് അച്ഛമ്മ പറയുവാണേ. ഇപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മ അങ്ങനെ തന്നെ പറയുവാണോ, അപ്പോൾ അതുവരെ ഇവരിങ്ങനെ ടെറസിലും മുകളിലുമായിട്ട് മാറി മാറി കിടക്കട്ടെ എന്നാണോ അമ്മയും പറയുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കുവാണേ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, നീയും ചന്ദ്രയും ഈ മുറിയിൽ തന്നെ താമസിച്ചോ, ബാക്കി 2 മുറിയുണ്ടല്ലോ അതിൽ നിന്റെ 3 മക്കളും മാറി മാറി താമസിക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് റൊട്ടേഷൻ പോലെയോ, ആ അങ്ങനെ തന്നെ, ഇപ്പോൾ ഒരാഴ്ച സച്ചിയും രേവതിയുമാണ് ഹോളിൽ കിടക്കുന്നതെങ്കിൽ പിറ്റത്തെ ആഴ്ച ശ്രുതിയും വന്ന് ഹോളിൽ കിടക്കട്ടെ, അത് കഴിയുമ്പോൾ വർഷയും ശ്രീകാന്തും കിടക്കട്ടെ എന്നൊക്കെ പറയുവാണേ അച്ഛമ്മ. അപ്പോൾ സച്ചിക്ക് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നുണ്ട്, ശ്രീകാന്തിനും തോന്നുന്നുണ്ട്. പക്ഷെ ശ്രുതി പറയുന്നുണ്ട് എന്തിനാ അച്ഛമ്മ ഇതൊക്കെ, അതാ സച്ചിയും രേവതിയും ഹോളിൽ തന്നെ കിടക്കാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് അച്ഛമ്മ പറയുന്നതാ ശരിയായിട്ട് തോന്നിയത്, എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, എന്തായാലും അച്ഛമ്മയുടെ പ്ലാൻ കൊള്ളാമെന്ന് സച്ചി പറയുവാണേ. പക്ഷെ ചന്ദ്രയ്ക്ക് ഇതത്ര പിടിച്ചില്ല കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇതൊക്കെ, വർഷയും ശ്രുതിയൊക്കെ വലിയ വീട്ടിലെ കുട്ടികളാണ്, അവരെങ്ങനെ ഈ ഹോളിൽ വന്ന് കിടക്കും എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും വലിയ വീട്ടിലെ കുട്ടികളാണെങ്കിലും അവർ ഈ വീട്ടിലെ മരുമക്കളാണ്, ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് പോകണം, അതാണ് ആ കുടുംബത്തിലെ നല്ല മരുമകളുടെ ലക്ഷണം. രേവതി അങ്ങനെയാ, ബാക്കി 2 പേരും അങ്ങനെ തന്നെ ചെയ്യട്ടെ, അല്ലാതെ കുടുംബത്തിൽ ഒരാളെ മാത്രം മാറ്റി നിർത്തുന്നത് ശരിയല്ല, എല്ലാവരും ഒരുപോലെയാണ് ഒരു കുടുംബത്തിലെന്നൊക്കെ അച്ഛമ്മ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അമ്മ പറയുന്നത് ശരിയാണ്. അപ്പോൾ അച്ഛമ്മ വീണ്ടും പറയുന്നുണ്ട് ഇത്രയും നാൾ സച്ചിയും രേവതിയും ഹോളിൽ കിടന്നില്ലേ, അപ്പോൾ ഈ ആഴ്ച ഇനി ശ്രുതിയും കൂടി ഹോളിൽ കിടക്കട്ടെ, അവരുടെ മുറി സച്ചിയും രേവതിയും ഉപയോഗിക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെയും മുഖമൊക്കെ അങ്ങോട്ട് മാറുവേ. സച്ചിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിയാണെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഈ തീരുമാനത്തിൽ, കാരണം ഹോളിൽ കിടക്കുന്നതൊന്നും അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ശ്രീകാന്തിനോട് അച്ഛമ്മ ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എനിക്ക് സമ്മതം അച്ഛമ്മയെന്ന്.
പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ പണിയെടുക്കുന്ന രേവതിയുടെ അടുത്തോട്ട് അച്ചമ്മ വരുവാണേ. അച്ചമ്മ പറയുന്നുണ്ട്, എൻ്റെ രേവതി, നീ എന്തിനാ ഈ എല്ലാ പണിയും കൂടി ഒറ്റക്കെടുക്കുന്നത്? നിന്റെ അമ്മയോടും കൂടി വന്നൊന്ന് സഹായിക്കാൻ പറയാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, അതൊന്നും കുഴപ്പമില്ല അമ്മേ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ എന്ന് രേവതി പറയുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എല്ലാത്തിനും ഒതുങ്ങി കൊടുത്തിട്ടാ എല്ലാവരും കൂടി നിന്റെ തലയിൽ കയറുന്നത്, അവൾ നിന്നെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്നത്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇത് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് അമ്മ പറയുന്നതല്ലേ. അമ്മ ആദ്യമൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുമായിരുന്നു, പക്ഷെ ഇപ്പം അതൊരു ശീലമായി. അമ്മ വായിക്ക് തോന്നിയതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും, അത് പറഞ്ഞു കഴിയുമ്പോൾ അമ്മ തന്നെയാണ് ടെൻഷനാവുന്നത്. ഞാനൊന്നും മിണ്ടാറില്ല എന്ന് രേവതി പറയുവാണേ. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? നീയും തിരിച്ചു പറയണം. മൂത്തവർക്ക് ബഹുമാനമൊക്കെ കൊടുക്കണം, പക്ഷെ മൂത്തവർ ശരിയല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല രേവതി എന്നൊക്കെ അച്ചമ്മ ഉപദേശിക്കുവാണ് രേവതിയെ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്നാലും അച്ചമ്മേ, ഈ റൂം വിഷയത്തിൽ ഇങ്ങനൊരു തീരുമാനം വേണമായിരുന്നോ? അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എനിക്ക് തോന്നി നീ ഇത് പറയുന്നു. അല്ല, അവരൊക്കെ വലിയ വീട്ടിലെ പെണ്ണുങ്ങളല്ലേ, അവരൊക്കെ ഒറ്റ ബെഡിൽ ഒരു മുറിയിലൊക്കെ താമസിച്ച് ശീലിച്ചവർ. എനിക്ക് താഴെ തറയിൽ പായ വിരിച്ച് കിടന്നൊക്കെ ശീലമായി, അവർക്കത് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട്, അതൊക്കെ അവർ ശീലിക്കണം. ഒരു കുടുംബം ആവുമ്പോൾ കഷ്ടവും സന്തോഷവും എല്ലാവരും ഒരുമിച്ച് പങ്കിടണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എന്നാലും അത് വേണ്ടായിരുന്നു എന്ന് പറയുവാണേ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, നമ്മൾ ജീവിതത്തിൽ ഒരു കാര്യം ശീലിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് തന്നെ തുടർന്നു കൊണ്ട് പോകേണ്ട കാര്യമില്ല. മാറ്റങ്ങൾ ഉണ്ടാവണം. നിനക്ക് മുന്നേറണം എന്നില്ലേ? നിനക്ക് എപ്പോഴും വണ്ടി തന്നെ പോവിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? നിനക്കും സ്വപ്നങ്ങളില്ലേ, ഒരു കടയൊക്കെ ഇട്ട് പോവിക്കണം എന്നൊക്കെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതൊക്കെയുണ്ട് അച്ഛമ്മേ. അതാ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വേണം എന്ന്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നാലും ഞങ്ങൾ കാരണം ആർക്കും ഒരു കഷ്ടം ഉണ്ടാവരുതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുറിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഹോളിൽ തന്നെ കിടന്നോളാം എന്ന് പറയുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, എങ്ങനെ? നീ ടെറസിലും നീ താഴെയും സച്ചി ടെറസിലായിട്ടോ? അപ്പോൾ രേവതി പറയും, ആന്ന്. അപ്പോൾ തന്നെ അച്ചമ്മ പറയും, ഒന്ന് പോടീന്ന് പറഞ്ഞൊരു തട്ട് കൊടുക്കുവാണ് രേവതിക്കിട്ട്. നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നൊന്നുമില്ലേ? അവൻ മുകളിലും നീ താഴെയും കിടന്നാൽ നിങ്ങൾക്കിങ്ങനെ കുട്ടികൾ ഉണ്ടാവാനാ? നീ എന്താ കുന്തി ദേവിയോ? മുകളിൽ നിന്ന് പ്രാർത്ഥിച്ച് വരം മേടിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ടൊക്കെ. നിനക്കൊരു ബോധമില്ല രേവതി എന്ന് പറഞ്ഞ് രേവതിയെ കളിയാക്കുവാണേ. അപ്പോൾ തന്നെ ആ രേവതിക്ക് നാണം വരുവേ. ഒന്ന് പോ അച്ചമ്മ, അച്ചമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് വേണ്ടിയാണ് ഞാൻ മുറിയുടെ കാര്യം പറഞ്ഞത്. ഒരു മുറി എന്തായാലും വേണം എന്ന് അച്ചമ്മ പറയുവാണേ. ഇത് കേട്ട് നമ്മുടെ രേവതി നാണം കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.